ഇന്ന് കുറച്ച് പരിഞ്ഞീൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത് മൂന്നും കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിഞ്ഞീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ഉപ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആവിയിൽ വേകാനായിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ പരിഞ്ഞീൻ ഞാനിന്ന് കഷ്ണങ്ങളാക്കിയാണ് ഇന്ന് ചേർത്തിരുന്നത്. അവിടെയാണ് എനിക്ക് പണി പാളിപ്പോയത്. കാരണം അതങ്ങ് കുഴഞ്ഞിട്ട് പീസുകളില്ലാതെ അങ്ങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചല്ല ഇന്നത് ഇട്ടത്. പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കാമെന്ന് തന്നെ വെച്ചത്. ഈ ഒരു മഞ്ഞ കളർ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു ലേശം മുളക് പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട, കാരണം കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്.